ഹായ്, ഗുഡ് മോർണിംഗ്. സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പതിവ് പോലെ US മാർക്കറ്റുകളിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ആദ്യം ഡൗ ജോൺസ് തുടർച്ചയായ 6ാമത്തെ ദിവസവും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഉയർന്നതിനെ തുടർന്ന് S&P 500ഉം ഡൗ ജോൺസും ഇടിയുകയുണ്ടായി. ഇപ്പോൾ ശക്തമായി നിലകൊള്ളുന്നത് യൂറോപ്യൻ മാർക്കറ്റുകൾ തന്നെയാണ്. ഇന്നലെയും പോസിറ്റീവിൽ തന്നെയാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്ത്. ഇന്ത്യ വിക്സ് തുടർച്ചയായ 10ാമത്തെ ദിവസവും ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമ്മുടെ മാർക്കറ്റിന് ഇന്നൊരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. ഇന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമുക്ക് പറയാം. അതിന് മുന്നേയായി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവർ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ കമൻറ്റ് വിലപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒരു കമൻറ്റെങ്കിലും ഇടാൻ ശ്രമിക്കുക. ആദ്യം മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിലേക്ക്. ഇന്ന് ശ്രദ്ധിക്കേണ്ട വാർത്തകളിൽ ആദ്യം NBFCയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 20,000 രൂപയുടെ ലോൺ ക്യാഷ് പേ ഔട്ട് പരിധിയിൽ ഉറച്ചു നിൽക്കാൻ NBFCകളോട് RBI ആവശ്യപ്പെടുന്നു. പണമിടപാടുകൾ നിരുത്സാഹപ്പെടുത്തുന്നതിന് 20,000 രൂപയുടെ ക്യാഷ് ലോൺ പരിധിയിൽ ഉറച്ചു നിൽക്കാൻ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളോട്, അതായത് NBFCകളോട് ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് പറഞ്ഞു. പ്രമുഖ സ്വർണ്ണ വായ്പാ കമ്പനിയായ IIFL ഫിനാൻസിനെതിരായ നിയന്ത്രണ നടപടിക്ക് ശേഷമാണ് RBIയുടെ ഈ മുന്നറിയിപ്പ്. ഈ വാർത്ത മൊത്തത്തിലെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് ആ സിസ്റ്റത്തിൽ ഒരു സുതാര്യത കൊണ്ടുവരുമെങ്കിലും ക്യാഷ് ലോൺ പരിധിയുടെ കർശനമായ നിർവഹണം പ്രവർത്തന വെല്ലുവിളികൾ സൃഷ്ടിക്കുകയും NBFCകൾക്ക് വായ്പാ സൗകര്യം പരിമിതപ്പെടുത്തുകയും ചെയ്യും. ഈ വാർത്ത പുറത്തു വന്നതോടെ മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ് തുടങ്ങിയ സ്വർണ്ണ വായ്പാ കമ്പനികളുടെ ഓഹരികൾ ഇടിയുകയുണ്ടായി. മറ്റൊരു വാർത്ത ബാങ്ക് ഓഫ് ബറോഡയുമായി ബന്ധപ്പെട്ടതാണ്. മെറ്റീരിയൽ സൂപ്പർവൈസറി ആശങ്കകളെ തുടർന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും 6 മാസത്തിന് ശേഷം ഇപ്പോൾ ബോബ് വേൾഡ് ആപ്ലിക്കേഷൻ വഴി പുതിയ ഉപഭോക്താക്കളെ ഉൾപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് അനുമതി കൊടുത്തു. ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകളിലേക്ക് ആദ്യം ലാർസൻ ആൻഡ് ടുബ്രോ. നെറ്റ് പ്രോഫിറ്റായി പുറത്തു വന്നിരിക്കുന്നത് 4,396 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 10% വർധനമാണ് വന്നിരിക്കുന്നത്. ഹെൽത്തി ടോപ്പ് ലൈനും ഓപ്പറേറ്റിംഗ് മാർജിൻസ് വീക്കുമായിരുന്നു. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 15% വർധനമാണ് വന്നിരിക്കുന്നത്. ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 67,079 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ടാറ്റ പവറാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 895.2 കോടി രൂപയാണ്. അതായത് 15.1% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 27.2% വർധനവ്, നല്ല ഒരു ഇൻക്രീസ് തന്നെയാണ് റവന്യൂവിൽ വന്നിരിക്കുന്നത്. 15,846.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് TVS മോട്ടോഴ്സ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 455.4 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ 18.3% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 23.7% വർധനവ്, 8,168.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് BSE ആണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 106.9 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ 20.6% വർധനവാണ് വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലാണ് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നത്. 110.4% വർധനവാണ് വന്നിരിക്കുന്നത്. 544.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റു റിസൾട്ടുകൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. പിരാമൽ എന്റർപ്രൈസസ് കഴിഞ്ഞ ക്വാർട്ടറിൽ നഷ്ടത്തിലായിരുന്ന കമ്പനി ഇപ്പോൾ ലാഭത്തിലായിട്ടുണ്ട്. കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് നെറ്റ് പ്രോഫിറ്റിൽ വർധനവുണ്ടായിട്ടുണ്ട്. അടുത്തത് NBCC ഇന്ത്യയാണ്. 400 കോടി രൂപയുടെ പുതിയ ഒരു വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അടുത്തത് ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളിലേക്കാണ്. ടാറ്റ മോട്ടോഴ്സ്, ഐഷർ മോട്ടോഴ്സ്, സിപ്ല, ABB ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ആർത്തി ഇൻഡസ്ട്രീസ്, ദിലീപ് ബിൽഡ്കോൺ, ഫിനോലക്സ് ഇൻഡസ്ട്രീസ്, കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ത്യ, ഡോക്ടർ ലാൽപത്ത് ലാബ്സ്, പോളിക്യാപ്പ് ഇന്ത്യ, സുന്ദരം ക്ലൈറ്റോൺ, തെർമാക്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ റിസൾട്ടുകളാണ് ഇന്ന് വരുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: കാനറ ബാങ്ക്, പിരാമൽ എന്റർപ്രൈസസ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബൽറാംപൂർ ചിനി മിൽസ്, ബയോകോൺ, GMR എയർപോർട്ട് ആൻഡ് ഇൻഫ്ര, വോഡാഫോൺ ഐഡിയ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. 10 മണി മുതൽ 3:30 വരെയാണ് ലൈവ് ഉണ്ടായിരിക്കുക. ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഷനാണ്. മാത്രമല്ല ഒത്തിരിയേറെ എഫേർട്ട് എടുക്കുന്ന സെഷനാണ്. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും ലൈവ് കാണാൻ ശ്രമിക്കുക. മാത്രമല്ല ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക്
22,302 ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലെ സെൽ ഓഫ് ഇന്ത്യൻ മാർക്കറ്റുകളിലും കണ്ടു. ഓട്ടോ, എനർജി, മെറ്റൽസ് എന്നിവ ചെറിയ നേട്ടമുണ്ടാക്കി. എന്നാൽ ഫിനാൻഷ്യൽ, പ്രൈവറ്റ് ബാങ്കുകളാണ് നഷ്ടത്തിലേക്ക് പോയത്. ഇന്നലെയും 50-ഡേ EMA ഉള്ള 22,240 എന്ന സോൺ ടച്ച് ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും നിഫ്റ്റി കയറുകയായിരുന്നു. നിഫ്റ്റിയിൽ ത്രൂ ഔട്ട് ഡേ ഒരു വോളറ്റൈൽ സെഷൻ തന്നെയായിരുന്നു. ക്രിട്ടിക്കൽ മൂവിംഗ് ആവറേജ് ആയ 21 EMAക്ക് താഴെയായിട്ടാണ് കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷനുകളിൽ നിഫ്റ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിലേക്ക് നിഫ്റ്റി ഇപ്പോഴും വീക്ക് തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്താം. ഡൗൺ സൈഡിൽ 22,200 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാനുള്ള സാധ്യതയാണുള്ളത്. അപ്സൈഡിലേക്ക് വന്നാൽ 22,500 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാനും സാധ്യതയുണ്ട്. ഇനി ഡേ ക്യാൻഡിൽ നോക്കാം. ഒരു ഹൈ വേവ് ടൈപ്പ് ക്യാൻഡിൽ പാറ്റേണിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു ബൗൺസ് ബാക്കിനുള്ള സാധ്യതയാണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 22,800 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,700 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,200 സ്ട്രൈക്കിലും അതിനുശേഷം 22,300 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,200 ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 22,300 26% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 43% വർധനവ്, ഷോർട്ട് ബിൽഡപ്പ്. 22,250 സ്ട്രൈക്കിൽ 53% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ്. 89% വർധനമാണ് കോൾ സൈഡിലുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത്. അടുത്തത് 22,350 സ്ട്രൈക്കിൽ 3% മാത്രം വർധനവ് പുട്ട് സൈഡിൽ, ഒരു ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 47% വർധനവ് കോൾ സൈഡിലുണ്ട്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ കോൾ സൈഡാണ് കുറച്ച് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് എക്സ്പയറി ഡേയിൽ വലിയ വൊളറ്റാലിറ്റിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടത്. 264 പോയിന്റ്സ് ഇടിഞ്ഞ് 48,021 ക്ലോസ് ചെയ്യുന്നത്. ഡൗൺ സൈഡിൽ 50 EMA ഉള്ള 47,700 ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,400 മുതൽ 48,500 വരെയുള്ള ലെവലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 48,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 48,500 സ്ട്രൈക്കിലും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 48,000 തന്നെയാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,000 അതിനുശേഷം 46,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,000 ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ 10ാമത്തെ ദിവസവും ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇപ്പോൾ 17 റേഞ്ചിലാണുള്ളത്. 17.08 0.43% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. 2014-2019 ഇലക്ഷനുകളിലും ഇതേപോലെ തന്നെ ഇന്ത്യ വിക്സ് വലിയ രീതിയിൽ ഉയർന്ന് ഇലക്ഷന് ശേഷം അത് തിരിച്ചിറങ്ങുന്ന കാഴ്ച നമ്മൾ ഇന്ത്യ വിക്സിന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണുന്നതാണ്. ഇന്ന് നമ്മൾ പറയുന്ന സ്വിംഗ് സ്റ്റോക്ക് നെസ്ലെ ഇൻഡസ്ട്രീസ് ആണ്. ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 2,537 രൂപയാണ്. ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 2,582 ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 2,600, തേർഡ് ടാർഗറ്റ് 2,630. നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 10 മുതൽ 15% വരെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയി വെക്കാവുന്നതാണ്. ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റലും എല്ലാം നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൽ എൻട്രി എടുക്കുക. ഇന്നലെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്വിംഗ് സ്റ്റോക്ക് ബജാജ് ഹോൾഡിംഗ്സ് ആയിരുന്നു. ഏപ്രിൽ 8 8,243 എൻട്രി എടുക്കുന്നത്. ടാർഗറ്റായി ഫിക്സ് ചെയ്തത് 8,350 ആയിരുന്നു. 8,393.6 വരെ അപ്പായി. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ബജാജ് ഹോൾഡിംഗ്സിൽ ലഭിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് വലിയ ക്രാഷിലേക്കൊക്കെ പോയതുകൊണ്ട് തന്നെ ഇന്നലെ ഒരുപാട് സ്റ്റോക്കുകളൊന്നും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDA ആക്ടിവിറ്റിയിലേക്ക് FIS 6,669 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 5,928 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്ര കാലം DIസിന് ഇങ്ങനെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നതൊരു ചോദ്യം തന്നെയാണ്. US മാർക്കറ്റിലേക്ക്
തുടർച്ചയായ ആറാമത്തെ ദിവസവും നേട്ടം തുടർന്ന് ഡൗ ജോൺസ് 0.44% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. 10-year നോട്ട്സ് ഓപ്ഷൻ കാരണം US ട്രഷറി ഈൽഡുകൾ ഉയരുകയുണ്ടായി. 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഇപ്പോൾ 4.49 ഇതോടെ നാസ്ഡാക്ക് 0.18% ഇടിഞ്ഞു. S&P 500 ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ കാത്തിരിക്കുന്നത് മെയ് 14-15 തീയതികളിൽ പുറത്തു വരാനുള്ള പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, CPI തുടങ്ങിയ ഡാറ്റകൾക്ക് വേണ്ടിയാണ്. സ്റ്റോക്കുകളുടെ പെർഫോമൻസ് US-ൽ നോക്കുകയാണെങ്കിൽ ടെസ്ല 1.7% ഇന്നലെ ഇടിഞ്ഞു. മെഗാ ക്യാപ് സ്റ്റോക്കുകളിൽ എൻവിഡിയ, ആമസോൺ, ആൽഫബറ്റ് എന്നിവ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഉയർന്നതിനെ തുടർന്ന് ഇടിയുകയുണ്ടായി. US-നെ സംബന്ധിച്ച് US മാർക്കറ്റുകളെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഏർണിംഗ്സും, മറ്റൊന്ന് ഇപ്പോൾ വരാനിരിക്കുന്ന റേറ്റ് കട്ടുകളുമാണ്. CME ഗ്രൂപ്പ് ഫെഡ് വാച്ച് ടൂൾ പ്രകാരം സെപ്റ്റംബറിൽ 25 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ 67%. കഴിഞ്ഞ ആഴ്ച ഇത് 54% മാത്രമായിരുന്നു. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക്സൈഡിൽ ഇൻഫോസിസ് 0.28% ഇടിഞ്ഞു. വിപ്രോ 0.64% ഇടിഞ്ഞത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.65% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.34% ഇടിഞ്ഞത്. മേക്ക് മൈ ട്രിപ്പ് 1.21% നേട്ടമുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി 0.17% ഉയർന്നും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.01% നേട്ടത്തിലും S&P 500 0.03% ഇടിവിലും നാസ്ഡാക്ക് 0.08% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെയും യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.49% ഉയർന്നു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.37% ഉയർന്നത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.69% ഉയർന്നു. സ്റ്റോക്ക് 600 0.3% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റോക്കുകൾ 1.8% ഉയർന്നപ്പോൾ മൈനിങ് സ്റ്റോക്കുകളാണ് ഇന്നലെ അവിടെ ഒരു ഇടിവിലേക്ക് പോയത്, 1.3%. BMW ഇന്നലെ 3% ഇടിഞ്ഞപ്പോൾ പ്യൂമ 11% നേട്ടവും ഉണ്ടാക്കി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സിനും ആ പോസിറ്റിവിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല. ഡാക്സ് ഇപ്പോൾ 0.12% നേട്ടത്തിലാണ്. CAC 0.05% നേട്ടത്തിലും FTSE 0.14% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ചൈനയുടെ ഏപ്രിൽ മാസത്തെ ട്രേഡ് ഡാറ്റയ്ക്കും ജപ്പാനിൽ നിന്നുമുള്ള പേ സ്റ്റാറ്റിസ്റ്റിക്സിന് മുന്നോടിയായി ഏഷ്യൻ മാർക്കറ്റുകൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ പോസിറ്റിവിറ്റിയിൽ തന്നെയാണ്. ഇപ്പോൾ സമയം 6:45 ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകൾ. ഗിഫ്റ്റ് നിഫ്റ്റി 22,387 ഒരു പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. നിക്കി മാർക്കറ്റ് ഇപ്പോൾ ഒരു 0.19% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ US ക്രൂഡ് ഇൻവെന്ററീസ് ഇടിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് സെഷനുകളിൽ ഓയിൽ പ്രൈസുകൾ ഇടിഞ്ഞിരുന്നു. ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഇന്നലെ ബുധനാഴ്ച നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഉള്ളത് $83.74 പെർ ബാരൽ എന്ന നിലയിലാണ്. ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $79.23 പെർ ബാരൽ എന്ന നിലയിൽ 0.30% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. വാർത്തകളെല്ലാം ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ റോയിറ്റേഴ്സ്, മിന്റ്, മണി കൺട്രോൾ, ബിസിനസ് സ്റ്റാൻഡേർഡ്, ബിസിനസ് ലൈൻ തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ഇതൊന്നും റെക്കമെൻഡേഷൻ അല്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നാളെ വീണ്ടും രാവിലെ ഡെയിലി മാർക്കറ്റ് ന്യൂസുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും നന്ദി.